ലോകം വീണ്ടും ആണവായുധ ഭീഷണിയുടെ വാതിൽക്കൽ ഏത് നിമിഷവും സംഭവിക്കാവുന്ന ദുരന്തത്തെ ഓർത്ത് പരിതപിച്ചു നിൽക്കാൻ തുടങ്ങിയിരിക്കുകയാണ്. ലോകത്തെ ഏറ്റവും വലിയ ആണവ ശക്തികളായ അമേരിക്കയ്ക്കും റഷ്യയ്ക്കുമിടയിൽ അവശേഷിച്ച ഏക ആണവായുധ കരാറിന്റെ കാലാവധി അവസാനിച്ചു. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ആണവായുധ നിയന്ത്രണ കരാറായ ന്യൂ സ്റ്റാർട്ട് ആണ് ഫെബ്രുവരി 5 അർദ്ധരാത്രിയോടെ കാലഹരണപ്പെട്ടത്. കരാർ ഒരു വർഷത്തേക്ക് കൂടി നീട്ടാൻ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ നേരത്തെ സന്നദ്ധത അറിയിച്ചിരുന്നു. പക്ഷേ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അനുകൂലമായല്ല അതിനോട് പ്രതികരിച്ചത്. ആണവായുധങ്ങൾക്ക് പരിധി നിശ്ചയിക്കുന്നതിൽ വിയോജിപ്പുണ്ടെന്നും ആണവായുധ നിയന്ത്രണം സംബന്ധിച്ച ചർച്ചകളിൽ ചൈനയെ കൂടി ഭാഗമാക്കണമെന്നുമായിരുന്നു ട്രംപിന്റെ നിലപാട്. ഇതോടെയാണ് ബദൽ കരാർ നിലവിൽ വരാതെ ന്യൂ സ്റ്റാർട്ട് കാലഹരണപ്പെട്ടത്. 2010 ചെക്ക് റിപ്പബ്ലിക്കിന്റെ തലസ്ഥാനമായ പ്രാഗിൽ വെച്ചാണ് അമേരിക്കയും റഷ്യയും ആണവായുധ നിയന്ത്രണ കരാറായ ന്യൂ സ്റ്റാർട്ട് ഉടമ്പടി ഒപ്പുവെച്ചത്. അന്ന് മുതൽ ഇന്നോളം ആണവായുധ നിയന്ത്രണത്തിന്റെ കാര്യത്തിൽ ഫലപ്രദമായി ഇടപെട്ട കരാറിനാണ് ഇപ്പോൾ അവസാനമായിരിക്കുന്നത്. എന്താണ് ന്യൂ സ്റ്റാർട്ട് ഉടമ്പടി? എന്തുകൊണ്ടാണ് ഈ ഉടമ്പടി പ്രാധാന്യം അർഹിക്കുന്നത്? ഈ രണ്ട് ചോദ്യങ്ങളും വളരെ ശ്രദ്ധേയമാണ്. ഉടമ്പടി ഇല്ലാതാവുന്നതോടെ ലോകം വീണ്ടും ആണവ ഭീഷണിയിലേക്കാണോ നീങ്ങുന്നതെന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. ഉടമ്പടിയുടെ നിബന്ധനകൾ പ്രകാരം ന്യൂ സ്റ്റാർട്ട് ഉടമ്പടി ഒരിക്കൽ മാത്രമേ നീട്ടാൻ കഴിയൂ. അതിനാൽ തന്നെ 2026 ഫെബ്രുവരി 5 കരാറിന്റെ കാലാവധി സ്വാഭാവികമായി അവസാനിച്ചിരിക്കുകയാണ്. ന്യൂ സ്റ്റാർട്ട് ഉടമ്പടി കാലഹരണപ്പെടുന്നതോടെ റഷ്യയും അമേരിക്കയും ചേർന്ന് പുതിയ കരാറിൽ എത്തിച്ചേരേണ്ടതായിരുന്നു. 2025 സെപ്റ്റംബറിൽ ന്യൂ സ്റ്റാർട്ട് ഉടമ്പടിയിലെ വ്യവസ്ഥകൾ ഇരു രാജ്യങ്ങളും ഒരു വർഷത്തേക്ക് കൂടി പാലിക്കണമെന്ന നിർദ്ദേശം റഷ്യ മുന്നോട്ട് വെച്ചിരുന്നു. അതിന് ഡൊണാൾഡ് ട്രംപ് ആദ്യം അനുകൂലമായാണ് പ്രതികരിച്ചത്. എന്നാൽ പിന്നീട് ചൈനയെ ഉൾപ്പെടുത്തി ഒരു പുതിയ കരാറിനെ കുറിച്ച് ചർച്ച ചെയ്യണമെന്ന് ട്രംപ് നിലപാട് മാറ്റി. മാത്രമല്ല, സമീപകാലത്ത് വലിയ വെല്ലുവിളികളാണ് ഉടമ്പടി നേരിട്ടത്. ആയുധ വിന്യാസത്തിന്റെ കാര്യത്തിൽ ഉടമ്പടി ആവശ്യപ്പെടുന്ന പരിധികൾ റഷ്യയും അമേരിക്കയും പാലിച്ചിരുന്നു. പക്ഷേ ഉടമ്പടിയുടെ വ്യവസ്ഥകൾ കുറച്ചു കാലമായി പൂർണ്ണമായി നടപ്പാക്കിയിട്ടില്ല എന്നതാണ് വാസ്തവം. 2020 കോവിഡ് മഹാമാരി കാരണം ഇരുപക്ഷവും പരിശോധനകൾ നിർത്തിവെച്ചു. 2022 റഷ്യ യുക്രൈനെതിരെ യുദ്ധം ആരംഭിച്ചതോടെ പ്രശ്നങ്ങൾ വീണ്ടും സങ്കീർണമായി. 2023 ഫെബ്രുവരിയിൽ റഷ്യ ഉടമ്പടി പാലിക്കുന്നില്ല എന്ന് അമേരിക്ക ആരോപിച്ചു. ഏതാനും ആഴ്ചകൾക്കു ശേഷം ഉടമ്പടി പാലിക്കുന്നത് താൽക്കാലികമായി നിർത്തിവെക്കുമെന്ന് റഷ്യൻ പ്രസിഡന്റ് പുടിൻ പ്രഖ്യാപിക്കുകയും ചെയ്തു. ഉടമ്പടിയിലെ വ്യവസ്ഥകൾ അമേരിക്ക പാലിക്കുന്നില്ല എന്നും റഷ്യയുടെ ദേശീയ സുരക്ഷയെ ദുർബലപ്പെടുത്താൻ സഹായിക്കുകയാണെന്നും ആരോപിച്ചാണ് കരാറിൽ നിന്ന് പുടിൻ താൽക്കാലികമായി അന്ന് പിൻവാങ്ങിയത്. ഇതിന് പിന്നാലെ ഉടമ്പടി പ്രകാരമുള്ള വിവരങ്ങൾ റഷ്യയുമായി പങ്കിടുന്നത് അമേരിക്ക അവസാനിപ്പിച്ചു. പരിശോധനകളും വിവരങ്ങളും പങ്കിടുന്നതും നിർത്തിയെങ്കിലും ഉടമ്പടിയിൽ റഷ്യ കക്ഷിയായിരുന്നു. പരസ്പര പരിശോധനകൾ നിലച്ചതോടെ ഇരു രാജ്യങ്ങൾക്കും വിവരങ്ങൾക്കായി സ്വന്തം ഇന്റലിജൻസിനെ ആശ്രയിക്കേണ്ട അവസ്ഥ വരെ വന്നു. ഇതൊക്കെയാണെങ്കിലും കരാർ പ്രകാരമുള്ള സായുധ വിന്യാസ പരിധി മറുപക്ഷം ലംഘിച്ചുവെന്ന് ഇരുപക്ഷവും ആരോപിച്ചിട്ടില്ല എന്നതാണ് പ്രധാന വസ്തുത. ലോകത്തിലെ ഏറ്റവും വലിയ രണ്ട് ആണവ ശക്തികളാണ് അമേരിക്കയും റഷ്യയും. ഇരു രാജ്യങ്ങളും ചേർന്നാണ് ലോകത്തിലെ മൊത്തം ആണവായുധങ്ങളുടെ 90% കൈവശം വച്ചിരിക്കുന്നത്. യുദ്ധവും ആയുധവും സംബന്ധിച്ച വിവരങ്ങൾ ട്രാക്ക് ചെയ്യുന്ന സ്റ്റോക്ക്ഹോം ഇന്റർനാഷണൽ പീസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ കണക്കുകൾ പ്രകാരം 2025 1177 ആണവായുധങ്ങളാണ് അമേരിക്കയുടെ കൈവശമുള്ളത്. ഇതിൽ 1770 എണ്ണം ബാലിസ്റ്റിക് മിസൈലുകളിലും മറ്റുമായി വിന്യസിച്ചിട്ടുണ്ടാകുമെന്ന് SIPRI പറയും. 1930 എണ്ണം സംഭരണത്തിലുണ്ട് എന്ന് വിശ്വസിക്കപ്പെടുന്നു. ഇതുകൂടാതെ കാലാവധി കഴിഞ്ഞ ഏകദേശം 1477 എണ്ണം ഒഴിവാക്കിയിട്ടുമുണ്ട്. മറുവശത്ത് കണക്കുകൾ പ്രകാരം റഷ്യക്ക് നിലവിൽ 5499 ആണവായുധങ്ങളുണ്ട്. അതിൽ 1718 എണ്ണം വിന്യസിച്ചിരിക്കുന്നു. 2591 എണ്ണം സംഭരണത്തിലുണ്ട്. കാലാവധി കഴിഞ്ഞ ഏകദേശം 4309 എണ്ണം ഒഴിവാക്കിയിട്ടുമുണ്ട്. ആണവായുധങ്ങൾ വിന്യസിച്ചിരിക്കുന്ന കാര്യത്തിൽ റഷ്യയേക്കാൾ മുന്നിൽ അമേരിക്കയാണ്. സമീപ വർഷങ്ങളിൽ ഇരു രാജ്യങ്ങളുടെയും ആയുധ ശേഖരം താരതമ്യേന സ്ഥിരമായി തുടരുകയാണ്. പക്ഷെ ആയുധ ശേഖരങ്ങളുടെ വലിപ്പവും വൈവിധ്യവും വർദ്ധിപ്പിക്കാൻ കഴിയുന്ന വിപുലമായ ആധുനികവൽക്കരണ പരിപാടികൾ ഇരു രാജ്യങ്ങളും നടപ്പാക്കുന്നുണ്ട്. റഷ്യയുടെയും അമേരിക്കയുടെയും ആണവായുധ ശേഖരം മനുഷ്യരാശിക്ക് ഭീഷണി ഉയർത്തുന്നുണ്ടെങ്കിലും ചില കരാറുകൾ കൊണ്ടാണ് അവ നിയന്ത്രിക്കപ്പെട്ടിരുന്നത്. ഇരു രാജ്യങ്ങളും തമ്മിൽ നിലനിൽക്കുന്ന ഏക ആണവായുധ കരാർ ന്യൂ സ്റ്റാർട്ട് ഉടമ്പടിയായി. ഉടമ്പടിയുടെ കാലാവധി അവസാനിച്ചതിന് പിന്നാലെ പുതിയ ആണവ ഉടമ്പടിക്ക് ട്രംപ് ആഹ്വാനം ചെയ്തിരുന്നു. അമേരിക്ക മോശമായി ചർച്ച ചെയ്ത ലംഘിക്കപ്പെട്ട കരാറാണ് ന്യൂ സ്റ്റാർട്ട് എന്നും അതിനു പകരം പുതിയതും മെച്ചപ്പെട്ടതും ആധുനികവൽക്കരിച്ചതുമായ ഉടമ്പടി വേണമെന്നുമാണ് ട്രംപ് അഭിപ്രായപ്പെട്ടത്. അതേസമയം ചൈനയെയും പുതിയ ആണവ ഉടമ്പടിയുടെ ഭാഗമാക്കാൻ ട്രംപ് ശ്രമിക്കുന്നുണ്ടെന്ന് റിപ്പോർട്ടുകളും പുറത്തുവന്നു. റഷ്യയെയും US-നെയും അപേക്ഷിച്ച് കുറവാണെങ്കിലും ചൈനയുടെ ആയുധ ശേഖരം വളർന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിലാണ് ട്രംപിന്റെ നീക്കമുണ്ടായത്.
എന്നാൽ ട്രംപിന്റെ സമ്മർദ്ദം ചൈന പരസ്യമായി നിരസിച്ചു. ന്യൂ സ്റ്റാർട്ട് ഉടമ്പടിയുടെ നിബന്ധനകൾ നിലനിൽക്കുന്നിടത്തോളം ആശങ്കപ്പെടേണ്ടതില്ല എന്നായിരുന്നു പൊതുവിലുള്ള നിരീക്ഷണം. എന്നാൽ ഇത് കാലഹരണപ്പെട്ടതോടെ ആശങ്കയ്ക്ക് വഴിയുണ്ടെന്നാണ് നിരീക്ഷകർ അഭിപ്രായപ്പെടുന്നത്. ഒരു ബദൽ സംവിധാനം കൊണ്ടുവന്നില്ല എങ്കിൽ ഇരു രാജ്യങ്ങൾക്കും ആണവായുധങ്ങൾ സംഭരിക്കാൻ അരനൂറ്റാണ്ടോളമായി നിലവിലുള്ള നിയന്ത്രണങ്ങൾ ഇതോടെ ഇല്ലാതാകും. ന്യൂ സ്റ്റാർട്ട് ഉടമ്പടി പുതുക്കുകയോ ആണവശേഖരം പരിമിതപ്പെടുത്തുന്ന ഒരു പുതിയ കരാറിൽ എത്തുകയോ ചെയ്തില്ല എങ്കിൽ മിസൈലുകളിൽ വിന്യസിക്കുന്ന പോർമുനകളുടെ എണ്ണം വർദ്ധിക്കാൻ സാധ്യതയുണ്ട്. കരാർ അവസാനിച്ചത് യുഎസും റഷ്യയും തമ്മിലുള്ള പുതിയ ആണവായുധ കിട മത്സരത്തിന് വഴിയൊരുക്കുമെന്നാണ് വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നത്.